കേരളത്തിലെ മുഖ്യമന്ത്രി ചെയ്തത് ഭയങ്കര തെറ്റാണ്. എന്നുവെച്ചാൽ അദ്ദേഹത്തിന് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അദ്ദേഹം ചെയ്തത്. അതിൻ്റെ പേരിൽ കേരളത്തിലുള്ള സർവ്വജനങ്ങളും ദുഃഖിക്കുന്നു, ദുരിതമനുഭവിക്കുന്നു. നോക്കണം, മുഖ്യമന്ത്രി നമ്മളെപ്പോലെ തന്നെ ഒരു മനുഷ്യൻ, സാധാരണ ഒരു മനുഷ്യൻ, നമ്മളെല്ലാവരും കൂടി തിരഞ്ഞെടുത്ത് അപ്പം ഭൂരിപക്ഷം കിട്ടിയിട്ടല്ലേ മുഖ്യമന്ത്രി ആയത്. അതിനകത്ത് എവിടെയാണ് തെറ്റിയിരിക്കുന്നത്? ഇനി മുഖ്യമന്ത്രി ചെയ്തത് തെറ്റാണെന്ന് മാറി നിൽക്കുന്നവരെങ്ങനെയാണ് അറിയുന്നത്? നമുക്കൊരിക്കലും മുഖ്യമന്ത്രി ചെയ്തത് തെറ്റാണെന്ന് പറയാനുള്ള ഒരവകാശവും ഇല്ല. മുഖ്യമന്ത്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ശരിയാണ്. ചെയ്തത് തെറ്റാണെന്ന് പറയാൻ നമുക്ക് ഒരു റൈറ്റും ഇല്ല. കാരണം മുഖ്യമന്ത്രിക്കാണ് അറിയാവുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് ചെയ്തെന്ന്. മറ്റൊരാൾ ചെയ്തത് തെറ്റാണെന്ന് പറയാൻ ആർക്കും ഒരു അധികാരമില്ല. കാരണം ആ വ്യക്തിക്ക് ആ വ്യക്തിയായിട്ട് നിലനിൽക്കുമ്പോൾ അങ്ങനെ ചെയ്തു തുടരാനേ പറ്റത്തുള്ളൂ. ഈ സാമാന്യബോധം കേരളത്തിലെ ജനങ്ങൾക്കില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് കേരളമാകുന്നത്? കേരളമാകണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ വസിക്കുന്നവർ സന്തോഷത്തിലും സമാധാനത്തിലും തിരിച്ചറിവിലും അതൊരു മുഖ്യമന്ത്രി വിചാരിച്ചാൽ ഉണ്ടാകുന്നതാണോ? ഒരിക്കലുമല്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വിചാരിച്ചാൽ കേരളത്തിലുള്ള സർവ്വജനങ്ങളെയും അങ്ങോട്ട് ഉയർത്തിയേക്കാം. അങ്ങനെ ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് ശുദ്ധ അസംബന്ധമാണ്. മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രി അവിടെ ഇരുന്ന് മുഖ്യമന്ത്രി ചെയ്യുന്നുണ്ട്. ഒരു സംശയവും വേണ്ട. എനിക്കതിനകത്ത് യാതൊരു സംശയമില്ല. എന്തുകൊണ്ടാണ്? കാരണം എൻ്റെ കാര്യത്തിൽ യാതൊരു മുട്ടലും ഇന്നേവരെ ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രി ഭരിക്കുന്നുണ്ട്, നന്നായിട്ട് ഭരിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ഒരു കാര്യത്തിലും യാതൊരു തടസ്സവുമില്ല. ഞാൻ ഇന്നേവരെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോകേണ്ടി വന്നിട്ടില്ല. ഒരു പരാതി മുഖ്യമന്ത്രിക്ക് കൊടുക്കേണ്ടി വന്നിട്ടില്ല. ഒരു പരാതി ഞാൻ കാണുന്നില്ല. മുഖ്യമന്ത്രിക്ക് എതിര് നിൽക്കത്തക്ക രീതിയിൽ അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല. എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യം കേരളത്തിലെ മുഖ്യമന്ത്രി ചെയ്യുന്നില്ല. എൻ്റെ ആവശ്യം അത്രയേ ഉള്ളൂ. എൻ്റെ ആവശ്യം അതിനപ്പുറത്തോട്ടില്ല. അപ്പോൾ അതാണ് ഒരു മനുഷ്യൻ്റെ സവിശേഷതയായിട്ട് ആദ്യം ഉണരേണ്ടത്. അങ്ങനെ ഉണരുന്ന ആൾക്കാരുടെ കൂട്ടായ്മയാണ് ശരിക്കുമുള്ള കൂട്ടായ്മയായിട്ട് മാറത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മുഖ്യമന്ത്രിയെ പറ്റി ചീത്ത പറയും, നാളെ പ്രധാനമന്ത്രിയെ പറ്റി ചീത്ത പറയും, പിന്നെ നമ്മൾ അങ്ങോട്ട് പോകും. ചീത്ത പറയുന്ന ലിസ്റ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഒരു കാര്യമില്ല. ഓരോ വ്യക്തിയും നമ്മളെപ്പോലെ തന്നെ ബലഹീനതയും കാര്യങ്ങളും എല്ലാം ഉള്ളവരാണ് എല്ലാവരും. അതിൽ മുഖ്യമന്ത്രി ആയതുകൊണ്ട് അന്ന് തൊട്ട് അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയും എല്ലാം മാറത്തൊന്നുമില്ല. അദ്ദേഹം നമ്മളെപ്പോലെ തന്നെ വേദനയും സന്തോഷവും സുഖവും എല്ലാം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. സ്നേഹം നമ്മളിൽ നഷ്ടപ്പെട്ടു പോകുമ്പോൾ പിന്നെ നമുക്ക് ജീവിക്കാനുള്ള അധികാരമില്ല. സ്നേഹം മനസ്സിലാവും. ഒരു ഭരണാധികാരിയോടും നമുക്ക് വെറുപ്പോ വിദ്വേഷമോ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ലോക്കലായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു വാർഡ് മെമ്പർ, എന്തിനാണ് അയാൾ വാർഡ് മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്? നമ്മളിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനും സാമൂഹ്യമായിട്ടുള്ള സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ചില ആനുകൂല്യങ്ങൾ, ഇന്ന ചില ആനുകൂല്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ട്, നമുക്കത് ആനുകൂല്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം നമുക്കത് വേണം. നമുക്ക് എന്തുകൊണ്ട് വേണം എന്നുള്ള ഭാഗം ആദ്യം വ്യക്തമായിരിക്കണം. എനിക്ക് എന്തുകൊണ്ട് വേണം? എൻ്റെ ദൈനംദിന ജീവിതത്തിൽ സർക്കാരിൻ്റെ സപ്പോർട്ട് എവിടെയൊക്കെയാണ് വേണ്ടത്? വേണ്ടാത്തടത്ത് എനിക്കെന്തിനാണ് സപ്പോർട്ട്? ഞാൻ ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിന് സപ്പോർട്ടാണെന്ന് പറഞ്ഞു പോയതെല്ലാം വാരിക്കൂട്ടി കയ്യിൽ വെച്ചിട്ട് കഷ്ടകാലമാണ്. വേണ്ടത് എനിക്കാണ്. എനിക്ക് എന്തുകൊണ്ട് വേണം, എൻ്റെ വളർച്ചയ്ക്ക് എന്തുകൊണ്ട് വേണമെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് മാത്രമേ സർക്കാർ തരുന്ന എന്തെങ്കിലും ഉപകാരം കൈപ്പറ്റാൻ പോകാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പഴിക്കേണ്ടി വരും. കിട്ടുന്ന ആനുകൂല്യം കിട്ടിയില്ലെന്നും പറഞ്ഞ്, കിട്ടിയാൽ അത് പോരെന്നും പറഞ്ഞ് പഴിക്കേണ്ടി വരും. സ്വന്തം ജന്മത്തിൻ്റെ സവിശേഷത അനുഭവിക്കാത്തവന് എന്ത് കിട്ടിയിട്ട് ഒരു കാര്യമില്ല. മുഖ്യമന്ത്രിയോട് എനിക്ക് യാതൊരു പിണക്കവുമില്ല, ഇണക്കമേ ഉള്ളൂ. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. ഇനി വരാൻ പോണ മുഖ്യമന്ത്രിയും നല്ല മനുഷ്യനാണ്. ഒരു സംശയവും വേണ്ട.
അത് എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. നമ്മുടെ പ്രധാനമന്ത്രിയും നല്ല മനുഷ്യനാണ്. പക്ഷെ നമ്മൾ നല്ല മനുഷ്യനായിട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സാമൂഹികമായിട്ടുള്ള ചില വ്യവസ്ഥകളിൽ നല്ല രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നത്. നമ്മൾ മോശമായിട്ടിരിക്കുമ്പോൾ അവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും നമ്മൾ മോശമായിട്ട് കാണേണ്ടി വരും. അവരെന്ത് ചെയ്താലും, അവർ നല്ല കാര്യം ചെയ്താലും നമ്മൾ മോശമായിട്ടേ കാണത്തുള്ളൂ. കാരണം ആ വ്യക്തിയോടുള്ള നമ്മളുടെ അസ്വസ്ഥതയാണ് ഇതിന് കാരണം. നമ്മളോടുള്ള അനുഭവക്കുറവ് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ദുരന്തത്തിൻ്റെ കാരണം. ഓക്കെ, ബൈ ബൈ.